യൂറോപ്യൻ സോഷ്യൽ സർവേ എന്ന് പറഞ്ഞിട്ടൊരു കാര്യം ഇത് 2002 തൊട്ട് നടക്കുന്നുണ്ട്. 10-20 വർഷമായിട്ട് 28ഓളം രാജ്യങ്ങളിലുള്ള 2 ലക്ഷത്തോളം ആളുകളുടെ ഡാറ്റ അവർ ശേഖരിച്ചിട്ടുണ്ട്. അത് ആ ഒരു പഠനവും പറയുന്നത് വെച്ചാൽ രോഗം വരുന്ന സമയത്ത് കഴിഞ്ഞ കാലങ്ങളിൽ ഇപ്പോൾ ബ്രെക്സിറ്റ് ഉണ്ടായിരുന്നല്ലോ ബ്രിട്ടനിലെ, പിന്നെ അവിടെ തീവ്ര ദേശീയവാദികളാണ് മുന്നിൽ വന്ന്, എന്നിട്ട് അതിൽ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി അവർ ശ്രമിക്കുകയാണ്. അവർ അതിനുവേണ്ടി വോട്ടിങ്ങിനിട്ടു. കൂടുതൽ ഭൂരിപക്ഷം ആളുകളും അതിനോട് യോജിക്കുന്ന ഒരു അവസ്ഥാവിശേഷമാണ്. ബ്രിട്ടനിലും അതേപോലെ തന്നെ ഫ്രാൻസിലും ഈ രണ്ട് രാഷ്ട്രങ്ങളിൽ അവരുടെ ഉണ്ടായിരുന്ന ഇലക്ഷനുമായി ബന്ധപ്പെട്ട പ്രക്രിയകൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ അടുത്ത കാലത്തായി യൂറോപ്യൻ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ആഗോളതലത്തിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫാർ റൈറ്റ് അഥവാ ആ രീതിയിൽ വംശീയതയും വർഗീയതയും പറയുന്ന ഫാർ റൈറ്റ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, തീവ്ര വലതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടുതൽ വിജയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു പരിതസ്ഥിതിയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് മാറി ഇപ്പോൾ വളരെ റീസെൻ്റായി നടന്നിട്ടുള്ള 2 ഇലക്ഷൻ അതിൻ്റെ റിസൾട്ടുകൾ പൂർണ്ണമായും വന്നിട്ടില്ല. അപ്പം ആ റിസൾട്ടുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ഈ ഫാർ റൈറ്റിനെ കവച്ചു വെച്ചുകൊണ്ട് ഒരു ലെഫ്റ്റ് കോയലിഷൻ, ഇപ്പോൾ ഫ്രാൻസിലാണെങ്കിൽ ലെഫ്റ്റ് കോയലിഷൻ ഭരണത്തിൽ വരും എന്നുള്ളതാണ് ജൂലൈ 7 2ാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അങ്ങനെയുള്ളൊരു പ്രതീക്ഷയാണ് അവിടെ ഉള്ളത്. ബ്രിട്ടനിലാണെങ്കിൽ ഇതേപോലെ തന്നെ ആണ് ലേബർ പാർട്ടിയാണ് വീണ്ടും അധികാരത്തിൽ വന്നിട്ടുള്ളത്. കൺസർവേറ്റീവ് പാർട്ടി അധികാരത്തിൽ നിന്ന് പോയി കഴിഞ്ഞു. അപ്പം ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പൂർണ്ണമായ രീതിയിൽ ഫാർ റൈറ്റിനെ ഒഴിവാക്കാൻ യൂറോപ്പിന് സാധിച്ചോ, ഒരു ലെഫ്റ്റിസ്റ്റ് ഒരു എമർജൻസി വരുന്നുണ്ടോ എന്നുള്ള നമ്മളെങ്ങനെയാണ് ഇന്ന് നോക്കിക്കാണുന്നത്? ഈ ലോകത്ത് എല്ലായിടത്തും ഈ സംസ്കാരം പ്രചരിപ്പിക്കാൻ അതിൻ്റെ ഒരു കുത്തക ഏറ്റെടുത്തിട്ടുള്ളവരാണ് പാശ്ചാത്യർ എന്ന് പറയുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ആഫ്രിക്കൻ രാജ്യങ്ങൾ, 3ാം ലോക രാജ്യങ്ങളെയൊക്കെ അവരെ വിമർശിക്കാറുള്ളത് ആ രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന ഭരണകൂടങ്ങളുടെ സ്വഭാവം, പലപ്പോഴും അവിടെ നിൽക്കുന്ന അന്ധവിശ്വാസങ്ങൾ, അല്ലെങ്കിൽ അവിടുത്തെ ഒരു സംസ്കാരത്തിൻ്റെ താഴേക്കടയിലുള്ളൊരു സംസ്കാരമാണ്, ഒരു ഡിമോട്ടിക് കൾച്ചറാണ് എന്ന രീതിയിലാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെ നിന്നുകൊണ്ട് വേണം നമ്മൾ നിലവിലുള്ള യൂറോപ്പിൻ്റെ മാറ്റങ്ങളെ വിലയിരുത്താൻ. യൂറോപ്പിനെ സംബന്ധിച്ചുള്ള അതിൻ്റെ ഏറ്റവും വലിയ ക്ലെയിം എന്ന് പറയുന്നത് കഴിഞ്ഞൊരു 2-3 നൂറ്റാണ്ടുകൾ കൊണ്ട് അത് ഹ്യൂമനിസത്തിൽ നിന്ന് വളർന്ന് ഒരു ഉത്തുംഗമായൊരു സംസ്കാരത്തിലേക്ക് എത്തിച്ചേർന്നുവെന്ന് സ്വയം വാദിക്കുന്ന, അല്ലെങ്കിൽ അവർ സ്വയം ആ രീതിയിൽ മേനി പറയുന്ന ഒരു സമൂഹമാണ്. അപ്പോൾ അവിടെ ഇപ്പം നമ്മുടെ നാട്ടിൽ പോലും ഉള്ള യുക്തിവാദികളും ശാസ്ത്രവാദികളൊക്കെ അതുകൊണ്ട് തന്നെ ഏറ്റവും സന്തോഷമുള്ള സമൂഹങ്ങൾ, ഹാപ്പിയസ്റ്റ് കൺട്രീസ് ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഫിൻലാൻഡിനെയും നെതർലാൻഡിനെയും ഒക്കെ എടുത്തിട്ട് എന്ത് ചെയ്യും, ഇവിടെ ചൂണ്ടിക്കാണിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു അടിസ്ഥാനമായിട്ട് അവർ പറയുന്നത് ശാസ്ത്ര പുരോഗതിയും യുക്തിചിന്തയുമാണ് എന്നുള്ളതാണ്, റേഷണൽ തോട്ട്സ് ആണെന്നുള്ളതാണ്. അപ്പോൾ യുക്തിവാദികളെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ ഈ ശാസ്ത്രവാദികളെ സംബന്ധിച്ചോളം വിശ്വാസവും അന്ധവിശ്വാസവും ഒക്കെ ഒരുപോലെ തന്നെയാണ്, രണ്ടും അടിസ്ഥാനരഹിതം ആണ്. മാത്രമല്ല ഇതിൻ്റെ ചരിത്രത്തെക്കുറിച്ച് അവർ പൊതുവെ പറയുന്നതാണ് പ്രകൃതി വസ്തുക്കളോടുള്ള ഭയം, പലപ്പോഴും മനുഷ്യൻ്റെ വേദനകൾ വരുമ്പോൾ അതിന് പരിഹാരമില്ലാതെ ആവുക, അവന് പ്രയാസങ്ങൾ വരുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒരു നിലയ്ക്കും അതിനൊരു പരിഹാരം കാണാതെ ആവുക, ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു പ്രതീക്ഷിക്കാൻ മറ്റൊന്നുമില്ലാത്ത ഒരവസ്ഥയിലാണ് ഈ ദൈവബോധം, ദൈവവിശ്വാസം ഇതൊക്കെ ഉണ്ടാകുന്നതെന്നാണ്. അതിനെ അടിസ്ഥാനപ്പെടുത്തി ചില ബുദ്ധിമാന്മാർ ചില മതങ്ങളും ഉണ്ടാക്കി. ഈ രീതിയിലാണ് അവരൊരു ചരിത്രപരമായ ഒരു വ്യാഖ്യാനം എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു ആഖ്യാനം എന്ന നിലയിൽ ഇത് പറയാറുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കി അറിയാം, ഈ ഇപ്പറയുന്ന മഹത്തായിട്ടുള്ള ഈ യൂറോപ്പിൻ്റെ ഒരു സംസ്കാരത്തിൽ ഈ ശാസ്ത്രത്തിൻ്റെയും യുക്തിബോധത്തിൻ്റെയും ഒക്കെ എത്ര ആഴമുള്ള, അല്ലെങ്കിൽ എത്ര ആഴത്തിലുള്ള വേരോട്ടമുണ്ടെന്നുള്ളത്. ഇപ്പോൾ 1930കളിൽ എക്കണോമിക് ക്രൈസിസ് ഉണ്ടായി ലോകത്ത്. ഈ ക്രൈസിസ് ഉണ്ടായി, അത് ലോകത്തെ പിടിച്ചുകുലുക്കി നമുക്കൊക്കെ അറിയാം. ഉടനെ നമ്മൾ കാണുന്നൊരു കാര്യം, അതായത് 1ാം ലോക മഹായുദ്ധത്തിൻ്റെ ചില ക്ഷതങ്ങളേറ്റുന്നു ജർമ്മനിക്ക്. അതോടൊപ്പം തന്നെ ഈ ക്രൈസിസ് കൂടെ യൂറോപ്പിനെ പിടിച്ചുകുലുക്കിയ സമയത്ത് ജർമ്മൻ ജനതയും ഇറ്റലിയിലെ ജനങ്ങളൊക്കെ ചെയ്തത് വലിയൊരു തിരിച്ചുപോക്കാണ്. എന്നുവെച്ചാൽ ഉന്മാദം കലർന്ന, ഒരു ലഹരി കലർന്ന വയലൻസ് ഇതിനെ ആഹ്ലാദപൂർവ്വം സ്വീകരിക്കുന്ന ഒരു ജനതയായിട്ട് ജർമ്മൻ ജനത മാറുകയാണ്. അവിടെ എന്താ വെച്ചാൽ ഒരു ജൂതൻ ശത്രുപക്ഷത്ത് നിൽക്കുന്നു എന്നുള്ളതല്ല, അത്തരമൊരു ശത്രുവിനെ മുന്നോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ സ്വീകരിക്കാൻ മാത്രമുള്ള
ഒരു അടിസ്ഥാനമേ, മൂല്യബോധമേ, ശാസ്ത്രബോധമേ, യുക്തിബോധമേ ആ സമൂഹത്തിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അതിനെക്കുറിച്ച് പിന്നീട് എന്താ വെച്ചാൽ ഒരുപാട് പഠനങ്ങൾ നടന്നു. അപ്പോൾ അന്നൊക്കെ യൂറോപ്യൻസ് വാദിച്ചതെന്ന് വെച്ചാൽ അതൊരു ഒറ്റപ്പെട്ട സംഭവമാണ്, 1-2 രാജ്യങ്ങളിൽ മാത്രം സംഭവിച്ച ഒരു കാര്യമാണ്. അതുകൊണ്ട് അതിനെ നമ്മളൊരിക്കലും ഈ രീതിയിൽ ഉയർത്തി, അതായത് യൂറോപ്പിൻ്റെ സംസ്കാരത്തെയോ അതിൻ്റെ ശാസ്ത്രബോധത്തെയോ തള്ളിക്കളയാൻ മാത്രമുള്ളൊരു തെളിവായിട്ട് കാണേണ്ടത് എന്നുള്ളതാണ്. പക്ഷെ നമ്മളിപ്പോൾ കാണുന്നൊരു കാര്യം, അതിപ്പോൾ അറിയാം, അതിന് ശേഷം ഇപ്പോൾ 1980-കളിൽ ഇതുപോലെ തന്നെ ഒരു ക്രൈസിസ് ലോകത്ത് ഉണ്ടായി. ആ സമയത്ത് നമുക്കറിയാം പോളണ്ടിൽ എന്ത് ചെയ്തു, കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം വന്നു. എന്നുവെച്ചാൽ ഇവിടെ നമ്മൾ കാണുന്ന കാര്യം വെച്ചാൽ അവർ ഇത്തരമൊരു ക്രൈസിസ് വരുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു രക്ഷകനെ തേടുന്നുണ്ട്. തങ്ങളുടെ എന്തൊക്കെയോ സംരക്ഷിക്കാൻ വേണ്ടി ഒരു രക്ഷകൻ ആവശ്യമുണ്ട്. അതാരാന്നുള്ള തിരിച്ചറിവൊന്നുമില്ല. അവിടെ യുക്തിയോ പിന്നെ ശാസ്ത്രമൊന്നുമല്ല മാനദണ്ഡമായിട്ട് സ്വീകരിക്കപ്പെടുന്നത്. എന്തായാലും 2008 ഉണ്ടായ എക്കണോമിക് ക്രൈസിസാണ് നിലവിൽ യൂറോപ്പിലെ ഈ പരിതോപകരമായിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു പരിണാമത്തിന് കാരണം എന്നാണ് പൊതുവെ ഈ പഠനങ്ങളൊക്കെ പറയുന്നത്. നമുക്കറിയാം 6 രാജ്യങ്ങളിൽ ഈ ഫാർ റൈറ്റ് വിങ്ങുകൾ അധികാരത്തിൽ നിലനിൽക്കുന്നത് ഇറ്റലി അടക്കമുള്ള സ്ഥലങ്ങളിൽ, ഫിൻലാൻഡിലും ഇറ്റലിയിലൊക്കെ അടക്കമുള്ള 6 രാജ്യങ്ങളിൽ ഏതാണ്ട് ഒരു 8ഓളം രാജ്യങ്ങളിൽ അവരൊന്നുകിൽ 2-ാം സ്ഥാനത്തോ 3-ാം സ്ഥാനത്തോ എത്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഗൗരവമുള്ള ഒരു മാറ്റമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് കണ്ട്. ഇപ്പോൾ 1980 നമ്മൾ നോക്കൂ, അതായത് ഈ USSR പിളരുന്നു, പിന്നെ ജർമ്മൻ മുതൽ എന്ത് ചെയ്യുന്നു, പൊളിയുന്നു. അങ്ങനെ ഒരു സ്വതന്ത്രത്തിൻ്റെ ലോകം ഉണ്ടാകുന്നു. അവിടെ ഒരുപാട് രാജ്യങ്ങൾ USSR വിട്ടുപോകുന്ന ഒരുപാട് രാജ്യങ്ങൾ പുതുതായിട്ട് രൂപം കൊള്ളുന്നു. ഇതിനെയൊക്കെ തന്നെ വലിയ ഒരു സ്വാതന്ത്ര്യ പുലരിയായിട്ടാണ് ഇവരെണ്ണിയത്. എന്നാൽ അതിനുശേഷം നമ്മൾ കാണുന്ന ഈ ഒരു യൂറോപ്പിൻ്റെ പരിണാമമാണ്. അപ്പം നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ അമേരിക്കയോ യൂറോപ്പോ ഒക്കെ ഇപ്പോൾ പഴയ യൂറോപ്പും അമേരിക്കയല്ല, ചില പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും സാമ്പത്തികമായ പ്രതിസന്ധികൾ. ഇപ്പം റൈമൻ ലോട്ടയുടെ ഒരു പുസ്തകമുണ്ട്, അമേരിക്ക ഇൻ ഡിക്ലൈൻ എന്ന് പറഞ്ഞിട്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1980-കളിലോ 90-കളിലോ ഒക്കെ എഴുതപ്പെട്ടൊരു പുസ്തകമാണ്. പക്ഷേ അദ്ദേഹം പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു 10-30 വർഷം കൊണ്ട് അമേരിക്കയ്ക്ക് ക്രൈസിസ് രൂപപ്പെടുമെന്നുള്ളത്. ഇപ്പോൾ ചൈനയുടെ മുന്നേറ്റവും എല്ലാം കൂടെ ആയപ്പോൾ ഇത്തരത്തിലൊരു വലിയ പിന്നെ ക്രൈസിസിലേക്ക് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ എത്തിയിട്ടുണ്ട്. മറ്റു രാജ്യങ്ങളുടെ വിഭവങ്ങൾ, മറ്റു രാജ്യങ്ങളുടെ സമ്പത്തിൻ്റെ മുകളിൽ അനീതിപൂർവമുള്ള ഒരു ആധിപത്യം പുലർത്തിക്കൊണ്ടാണ് ഈ രാജ്യങ്ങളൊക്കെ പൊതുവെ പിടിച്ചു നിൽക്കുന്നത്. മാത്രമല്ല EU-ൻ്റെ പോലും അവരുടെ വേൾഡ് എക്കണോമിക് ഫോറമൊക്കെ എന്തിനു വേണ്ടിയുള്ളതാണ്? ഈ പറഞ്ഞ ഷെയർ എങ്ങനെയാണോ കൈക്കലാക്കാൻ പറ്റുക അതിനു വേണ്ടിയുള്ള തന്ത്രങ്ങൾ ഉന്നയിക്കുക എന്നുള്ള ഇതാണ്. അപ്പോൾ ഇവിടെ ഈ നിലവിലുള്ള യൂറോപ്പ് അഭിമുഖീകരിക്കുന്ന മറ്റു ചില പ്രശ്നങ്ങളുണ്ട്. അതെന്താ വെച്ചാൽ, ഒന്ന് അവിടുത്തെ ഈ യുവാക്കളിൽ പോലും വിദ്യാഭ്യാസം ചെയ്യാനുള്ള അല്ലെങ്കിൽ ഉയർന്ന തലത്തിലുള്ള വിദ്യാഭ്യാസം നേടാനുള്ള പ്രവണത കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ IT മേഖലയിലൊക്കെ ഈ രാജ്യങ്ങളിലൊക്കെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് കുടിയേറിയ ആളുകളാണ് ഉയർന്ന സ്ഥാനങ്ങളിൽ വരെ ഇരിക്കുന്നത്. ഇവിടെ സാമ്പത്തിക മാന്ദ്യം ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗ്രീസിൽ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം അധികാരത്തിൽ വന്നു. അതിനെക്കുറിച്ചുള്ള പഠനത്തിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു വീട് സ്വന്തമാക്കുക എന്നുള്ളത് വലിയ ഒരു സ്വപ്നമാണെന്നാണ്. അപ്പോൾ നമ്മളൊക്കെ സാധാരണ ഈ മേക്ക് ഷിഫ്റ്റ് വീടുകളുണ്ടെന്ന് പറയും, അത് വലിയൊരു കാര്യമായിട്ടാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഒരു സാധാരണക്കാരൻ വെക്കുന്നത് പോലുള്ളൊരു വീട് വെക്കാൻ പോലും അവരുടെ സാമ്പത്തിക സ്ഥിതി പലരെയും അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അങ്ങനെയുള്ള പ്രയാസങ്ങൾ, അപ്പോൾ തൊഴിലില്ലായ്മയുണ്ട്, വിലക്കയറ്റമുണ്ട്, ഈ ഇതുപോലെ തന്നെ ഈ ക്ലൈമറ്റ് ചേഞ്ച്. ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ഒരു വലിയ വിഷയമാക്കിയെടുക്കുകയും ആ ക്ലൈമറ്റ് ചേഞ്ചിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള പല പദ്ധതികളും യൂറോപ്യൻ യൂണിയൻ അടക്കം മുന്നോട്ട് കൊണ്ടുവരികയും അതിനു വേണ്ടിയുള്ള ഫണ്ട് ശേഖരിക്കാൻ ഓവർ ടാക്സേഷൻ എന്ത് ചെയ്തു നടത്തി. ഇത് ഫലത്തിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ ജനങ്ങൾക്ക് അതിനോട് പോലും വെറുപ്പും വിമുഖതയും ഉണ്ടാക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ ആത്മഹത്യ ചെയ്യുന്ന കുടുംബങ്ങൾ അല്ലെങ്കിൽ വ്യക്തികൾ, ഇതെല്ലാം തന്നെ അവിടുത്തെ ഒരു ഫിനോമിനൽ ആയ കാര്യമായി മാറിയിട്ടുണ്ട്. എന്തായാലും യൂറോപ്പിനെ സംബന്ധിച്ചോളം അത് വൈയക്തികമായ, സാമൂഹികമായിട്ടുള്ള, അതുപോലെ തന്നെ രാഷ്ട്രീയപരമായ ചില ക്രൈസിസുകൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഇതിനുള്ള സൊല്യൂഷൻ എന്ത് എന്നുള്ളത് ഒരു ചോദ്യമാണല്ലോ.
അപ്പോൾ നമ്മളിപ്പോൾ ആലോചിക്കേണ്ടത് ഇതൊരു ശാസ്ത്രചിന്ത മൂലമായ യുക്തിബോധമുള്ളൊരു സമൂഹമായിരുന്നെങ്കിൽ ഇതിൻ്റെ പരിഹാരം എങ്ങനെ അന്വേഷിക്കേണ്ടത്? മാനദണ്ഡം വരികയുണ്ട്. പക്ഷെ നമ്മളിവിടെ കാണുന്ന എന്താണ്, പെട്ടെന്ന് തന്നെ ഈ രാജ്യങ്ങൾ, അതിപ്പോൾ ഇറ്റലിയെപ്പോലുള്ള വലിയൊരു സമൂഹമാണത്. അതുപോലെ തന്നെ പിന്നെ നമുക്കറിയാം ജർമ്മനിയിൽ എന്തുണ്ട്, അവിടുത്തെ AfD എന്ന് പറയുന്ന പാർട്ടിയുണ്ട്. അവരെന്താണ്, തീവ്ര വലതുപക്ഷമാണ്. ഇറ്റലിയിലുണ്ട്. ഇപ്പോൾ ഫ്രാൻസിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ സംഭവം, ഫ്രാൻസിൽ അവർ ഇപ്പം മൂന്നാം കക്ഷിയായെങ്കിലും ഒന്നാം കക്ഷിയായിട്ടാണ് അവർ വന്നിരുന്നത്. അവർ മൂന്നാം കക്ഷിയാകാനുള്ള കാരണം ഇപ്പം എന്താണ്, ഈ പരസ്പര ധാരണയോടെ നമ്മുടെ മക്രോണിൻ്റെയും മറ്റേ കൺസർവേറ്റീവ് വിഭാഗം കൂടെ എന്ത് ചെയ്തു, ഒരു ഒത്തുതീർപ്പിൽ എന്ത് ചെയ്തു എത്തി എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ ഇത്തരം തന്ത്രങ്ങളിലൂടെ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകും. പക്ഷേ അതിൻ്റെ വളർച്ചയെ ഇതിലൂടെ മാത്രം തടയാൻ ഒരിക്കലും കഴിയില്ല. ഇപ്പോൾ ഈ EU ഇലക്ഷനിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരുപാട് രാജ്യങ്ങൾ, സ്പെയിൻ അടക്കം ബ്രസീൽ അടക്കമുള്ള രാജ്യങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ഈ ഒരുപാട് അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അതായത് ഇന്ത്യ കഴിഞ്ഞാൽ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പാണെന്ത്, ഈ യൂറോപ്യൻ യൂണിയൻ പാർലമെൻറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. 700 ചില്ലാനെന്തോ മെമ്പേഴ്സുള്ള പാർലമെൻറ്റാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ ഈ പല വിഭാഗങ്ങളുടെ, അതായത് ഫാർ ലെഫ്റ്റ് ഉണ്ട്, ഫാർ ലെഫ്റ്റ് ഉണ്ട്, അതിനകത്ത് സോഷ്യലിസ്റ്റുകളുണ്ട്, ഡെമോക്രാറ്റുകളുണ്ട്, കൺസർവേറ്റീവ് വിഭാഗങ്ങളുണ്ട്, ഇതുപോലെ തന്നെ ഫാർ റൈറ്റിൽ നിൽക്കുന്ന വിഭാഗങ്ങളുണ്ട്. ഇവരെല്ലാം ഇതിനകത്തുണ്ട്. ഇതിൽ നിന്നാണ് ഈ പറയുന്ന ഈ ഫാർ റൈറ്റ് വിഭാഗം ഉയർന്നു വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഡിവൈഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ പേഴ്സൻറ്റേജ് വൈസ് ഇവർക്ക് കാര്യമായിട്ടുള്ളൊരു സ്വാധീനം അവിടെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ വേറൊരു ഇത് ആലോചിച്ച് നോക്കൂ, ഈ ഇപ്പം നമുക്ക് ഹിറ്റ്ലറും മുസോളിനിയൊക്കെ പുരുഷാധിപത്യത്തിൻ്റെ പ്രതീകങ്ങളായിരുന്നു നമ്മൾ പറയുന്നത്. പക്ഷേ ഇപ്പോഴ് ഇറ്റലിയിലും ഫ്രാൻസിലൊക്കെ ഉയർന്നു വന്ന ഈ മെലോനിയെ പോലെ, അല്ലെങ്കിൽ എന്താണ് മരിയ ലീ പെന്നെ പോലുള്ള നേതാക്കൾ സ്ത്രീകളാണ്. അവരാണ് വളരെ ജുഗുപ്സാവഹമെന്ന് പറയാവുന്ന രൂപത്തിൽ ഈ ആൻറ്റി റേഷ്യലായിട്ടുള്ള മറ്റ് മതവിരുദ്ധമായ മറ്റ് സമൂഹങ്ങൾക്കെതിരെയുള്ള മറ്റ് വിഭാഗങ്ങൾക്കെതിരെയുള്ള ഒരു രാഷ്ട്രീയ പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ അത് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉയർന്ന വിദ്യാഭ്യാസം ലഭിച്ച സ്ത്രീകളെപ്പോലും ഈ ശാസ്ത്രചിന്തയോ യുക്തിചിന്തയല്ല നയിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂല്യബോധത്തിൻ്റെ പരാജയമായി തന്നെയാണ് നമ്മളിതിനെ കണ്ടത്. അപ്പോൾ അമേരിക്കയിൽ ട്രംപ് അധികാരത്തിൽ നിന്ന് പുറത്തായ സമയത്ത് ക്യാപിറ്റോളിൽ നടന്നൊരു സംഭവം മറക്കാനായിട്ടില്ല. അത് വളരെ ഈ ബാർബേറിയക്കായിട്ടുള്ള ഒരു വിഭാഗമായിട്ട് വസ്ത്രമൊക്കെ ധരിച്ചിട്ട് അവർ അമേരിക്കൻ പാർലമെൻറ്റിലേക്ക് കയറി വരികയാണ്, പ്രകടനം നടത്തുകയാണ്, അധികാരം ഒഴിയാൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപിക്കുകയാണ്. ലോക പോലീസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തിൻ്റെ മുൻപിൽ ഒരു കൾച്ചറൽ ഐഡൻറ്റിറ്റി ആയിട്ട് അതിനെ നമുക്ക് ഉയർത്തി കാണിക്കാൻ പറ്റും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മതം നിരസിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ഈ ശാസ്ത്രചിന്ത വളർത്തുന്നതിലൂടെ ആത്യന്തികമായി മനുഷ്യൻ്റെ മൂല്യബോധം വർദ്ധിക്കുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല ഇത്തരമൊരു സാമൂഹ്യ മാറ്റത്തിന് ഇതിലൂടെ മാത്രം പറ്റില്ല. എന്നാൽ വേറൊരു ഭാഗത്ത് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാതെ വയ്യ. അതെന്താ വെച്ചാൽ ഇതിനെതിരെ ചിന്തിക്കുന്ന ഒരുപക്ഷെ ഒരു ഭൂരിപക്ഷമൊന്നുമല്ല, മെജോറിറ്റി ഒരിക്കലും ഇവരല്ല. അതുകൊണ്ട് തന്നെ അതിനെതിരെ ചിന്തിക്കുന്ന, അതിനെ പ്രതിരോധിക്കേണ്ടതുണ്ട് എന്ന് കരുതുന്ന ഒരു വിഭാഗം, നല്ലൊരു വിഭാഗം യൂറോപ്പിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിഭാഗത്തിൻ്റെ ബുദ്ധിപരമായിട്ടുള്ള ഇടപെടലുകളാണ് പല രാജ്യങ്ങളിലും ഇവരെ തടഞ്ഞു നിർത്തുകയും ചെയ്യുന്നത്. പക്ഷേ യൂറോപ്പിനെ സംബന്ധിച്ചോളം അവർ ഒപ്പം തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് അടിസ്ഥാനപരമായി മനുഷ്യൻ്റെ മൂല്യബോധം അല്ലെങ്കിൽ മനുഷ്യത്വം അല്ലെങ്കിൽ കാരുണ്യം ഇത്തരത്തിലുള്ള വികാരങ്ങളെ എങ്ങനെ ഉദ്ദീപിപ്പിക്കാൻ പറ്റും, അതിന് ശാസ്ത്രവും യുക്തിചിന്തയും മാത്രം മതിയാവുമോ എന്നുള്ളൊരു ചിന്ത എന്തായാലും അവിടെ ഉണ്ടാകേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം ഇപ്പോൾ ഈ റൊണാൾഡ് എഫ് ഇൻഗ്ലഹോട്ട് എന്ന് പറയുന്നൊരു കക്ഷി, അദ്ദേഹം ഇതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ട് അദ്ദേഹം പറഞ്ഞാൽ യൂറോപ്പിൽ സംഭവിക്കുന്ന യഥാർത്ഥത്തിൽ അവരൊരു പുതുരക്ഷകനെ തേടുന്നു എന്നുള്ളതാണ്. യൂറോപ്യൻ സോഷ്യൽ സർവേ എന്ന് പറഞ്ഞിട്ടൊരു കാര്യം ഇത് 2002 തൊട്ട് നടക്കുന്നുണ്ട്, 10-20 വർഷമായിട്ട്. 2 ലക്ഷത്തോളം 28ഓളം രാജ്യങ്ങളിലുള്ള 2 ലക്ഷത്തോളം ആളുകളുടെ ഡാറ്റ അവർ ശേഖരിച്ചിട്ടുണ്ട്. അത് ആ ഒരു പഠനവും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ രോഗം വരുന്ന സമയത്ത് മറ്റു രീതിയിലുള്ള നഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ ഒക്കെ ഇവർ വലതുപക്ഷത്തേക്ക് ചായുന്നു എന്നാണ്.
അപ്പോൾ പ്രയാസങ്ങൾ വരുമ്പോൾ ഈ പറഞ്ഞ ശാസ്ത്രവും യുക്തിയൊക്കെ ഉപേക്ഷിച്ച് അവരുണ്ടെന്ന് പറയുന്ന മൂല്യങ്ങളെയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഫാർ ലെഫ്റ്റിലേക്ക് അല്ലെങ്കിൽ കിരാതമായ ഇത്തരം ആശയങ്ങളിലേക്ക് യൂറോപ്പ് മാറുന്നു, അല്ലെങ്കിൽ പാശ്ചാത്യ ലോകം മാറുന്നതാണ്. അത് ഗൗരവമായിട്ട് മനസ്സിലാക്കപ്പെടേണ്ട വിഷയമാണ്. മുജീബ്, അതിൽ നമ്മൾ ഇത് പറയുമ്പോൾ ഈ ഫാർ റൈറ്റുമായി ബന്ധപ്പെട്ട് ഇവിടെ സൂചിപ്പിച്ചൊരു വിഷയം, അവർ തിരഞ്ഞെടുത്തൊരു മാനദണ്ഡം എത്രത്തോളം വിജയിച്ചു എന്നുള്ളതാണ്, എത്രത്തോളം അതിന് വിജയിക്കാൻ സാധിച്ചു എന്നുള്ളതിൻ്റെ ഒരു പ്രശ്നമാണ് കാണിച്ചത്. ഇത് ഒരു കോമൺ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈവൻ കേരളത്തിലുള്ള ചില ആളുകൾ പോലും ഈ വംശീയമായിട്ട് സംസാരിക്കുന്ന ചില ആളുകൾ, സംഘപരിവാറിൻ്റെ അടുത്ത് നിൽക്കുന്ന ആളുകൾ, അവരൊക്കെ പറഞ്ഞൊരു കാര്യം, ഫ്രാൻസിൽ വീണ്ടും ഫാർ റൈറ്റ് അധികാരത്തിൽ വരാൻ പോവുകയാണ്, അവരിതാ മുസ്ലിങ്ങളെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അവിടെ നമ്മളിപ്പോൾ കാണുന്നത് അത് അങ്ങനെ സംഭവിച്ചില്ല. ആ പറഞ്ഞ ആളുകൾ 3-ാം സ്ഥാനത്തേക്ക് എത്തുന്ന ഒരു സ്ഥിതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുടിയേറ്റ പ്രശ്നം മുതൽ ഈ വംശീയത അടക്കം പറയുന്ന ഈ ഒരു വിഭാഗം, അതുമായി ബന്ധപ്പെട്ട് നമ്മൾ വേറെ ഏതൊക്കെ ആംഗിളാണ് അതിൽ നോക്കേണ്ടത്? അതിലിപ്പോൾ യൂറോപ്പിൻ്റെ ഒരു കൾച്ചർ വിഷയങ്ങൾ മാഷ് പറയുകയുണ്ടായി. അതായത് ഇപ്പോൾ ശരിയായ രൂപത്തിൽ അവർ ക്രിസ്ത്യൻ മതത്തിൽ നിന്ന് അതിൻ്റെ ഒരു പൗരോഹിത്യവും അതുപോലെ അതിലുള്ള പുതിയ ആചാരവും കാര്യങ്ങളൊക്കെ ആയി മനുഷ്യൻ്റെ മനസ്സ് മടുത്തുപോയ ഒരു സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യത്തിൽ നിന്നാണ് പിന്നെ ലിബറലിസത്തിലേക്കും അതുപോലെ യുക്തിവാദത്തിലേക്കും ഈ മാർക്സിസത്തിലേക്കും ആളുകൾ ആകർഷിക്കപ്പെട്ടത്. പക്ഷെ പിന്നീട് പുതിയ വലത് തീവ്ര പക്ഷത്തേക്ക് ജനങ്ങൾ മാറാനുള്ള കാരണം ഈ പറഞ്ഞ നിരീശ്വരവാദവും അതുപോലെ ലിബറലിസവും അതിനോടുള്ള വിരക്തി സ്വാഭാവികമായി മനുഷ്യൻ്റെ മനസ്സിൽ രൂപപ്പെട്ടു എന്നുള്ളതാണ് യൂറോപ്പിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുതിയ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ലേബർ പാർട്ടി ആണെങ്കിലും അതേപോലെ തന്നെ ഇപ്പോൾ ഫ്രാൻസിൽ മുന്നിൽ നിൽക്കുന്ന ഇപ്പോൾ ന്യൂ പോപ്പുലർ ഫ്രണ്ട് ഇവരൊക്കെ ആണെങ്കിലുമൊക്കെ അവരുടെയൊക്കെ ഒരു ശൈലി എന്ന് പറയുന്നത്, അവരുടെ ഒരു രാഷ്ട്രീയപരമായ ഒരു തലം എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു തീവ്രമായ ഒരു തലങ്ങളെ മാറ്റി, അതായത് തീവ്ര വലതുപക്ഷ ചിന്താഗതിയെ ഒഴിവാക്കാനുള്ള ഒരു ശ്രമമാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. അതിനുവേണ്ടിയാണ് അവർ ഒരുമിച്ചത്. ഇപ്പോൾ നേരത്തെ ഗ്രീൻ പാർട്ടികൾ അതിലുണ്ട്, അതിൽ സോഷ്യലിസ്റ്റുകളുണ്ട്, മാർക്സിസ്റ്റുകളുണ്ട്. ഇങ്ങനെയുള്ള പാർട്ടികളൊക്കെ ഒരുമിച്ചുകൊണ്ടാണ് അവർ ന്യൂ പോപ്പുലർ ഫ്രണ്ട് എന്ന രൂപത്തിൽ ഒരു വിങ് തന്നെ രൂപീകരിച്ചുകൊണ്ട് ശക്തമായി മുന്നോട്ട് വന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ അതിൽ നമ്മൾ വായിക്കാനുള്ള ഒരു സംഗതി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ഇപ്പോൾ ബ്രെക്സിറ്റ് ഉണ്ടായിരുന്നല്ലോ ബ്രിട്ടനിലെ, അവിടെ തീവ്ര ദേശീയവാദികളാണ് മുന്നിൽ വന്ന്, എന്നിട്ട് അതിൽ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി അവർ ശ്രമിക്കുകയാണ്. അവർ അതിനുവേണ്ടി വോട്ടിങ്ങിനിട്ടു. കൂടുതൽ ഭൂരിപക്ഷം ആളുകളും അതിനോട് യോജിക്കുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടായി. അവരുടെ പ്രചാരണത്തിൻ്റെ ഭാഗമാണത്. നമ്മൾ സത്യാനന്തര കാലം എന്നൊക്കെ പറയുന്നവർ അതിൽ നിന്നൊക്കെ കുറേ മാറ്റങ്ങൾ വന്നു എന്നാണ് യഥാർത്ഥത്തിൽ സമീപകാലത്തുള്ള രാഷ്ട്രീയ രംഗത്തെ പ്രവർത്തനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെയുള്ള ഫാസിസ്റ്റുകൾക്കിടയിലും ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തന്നെ രാഷ്ട്രീയ രംഗത്ത് ഈ ഒരു ഫാസിസ്റ്റ് മനോഭാവത്തോട് ജനങ്ങൾക്കൊരു മടുപ്പുണ്ട്. എല്ലാവരും ഒരുമിച്ച് കൊണ്ട് എതിർക്കുകയാണെങ്കിൽ പോലും മഹാഭൂരിപക്ഷവും അതിനെതിരെ നിലകൊള്ളുന്ന മനസ്ഥിതിയാണുള്ളത് എന്നതിൻ്റെ ഒരു വാസ്തവമാണല്ലോ. എന്നതുപോലെ തന്നെ ലോകതലത്തിൽ തന്നെ യൂറോപ്പിലാണെങ്കിലും മറ്റുള്ള തലങ്ങളിലുമൊക്കെ ആണെങ്കിലും മാനവികതയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ആ നിലക്ക് ചിന്തിക്കുന്ന ആളുകളാണ് ഭൂരിപക്ഷവും. അതിനൊരു ഉദാഹരണമാണ് ഈ നേരത്തെ ലേബർ പാർട്ടിൻ്റെ പറഞ്ഞു. അപ്പോൾ അവരുടെ വിജയത്തെ വിലയിരുത്തിക്കൊണ്ട് സംസാരിക്കുന്നത് ഇസ്രായേൽ കിരാതമായ അവരുടെ ആക്രമണങ്ങളെ ഓടുള്ള വിയോജിപ്പാണ് യഥാർത്ഥത്തിൽ അതിലൊന്ന് ഒരു ഘടകമായിട്ട് വിലയിരുത്തുന്നത്. അതാണ് ആ വിഷയത്തിൽ സൂചിപ്പിക്കാൻ. ഇതിൽ ഒരു വിഷയം, അതായത് ഈ ലെഫ്റ്റിസ്റ്റ് പാർട്ടികൾ അവർ മുന്നോട്ട് വരുന്നു എന്ന് പറയുമ്പം അവരെത്രത്തോളം ലെഫ്റ്റ് ഓറിയൻറ്റഡ് ആണ് എന്നുള്ളൊരു വിഷയം നമ്മൾ നോക്കണ്ടല്ലേ? ലെഫ്റ്റ് എന്ന് പറയുമ്പോഴേ നമ്മൾ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒന്നെന്താ വെച്ചാൽ ഈ പറഞ്ഞ ഈ ഫാർ റൈറ്റിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ റൈറ്റ് വിങ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് പലപ്പോഴും ഈ ആഗോള സാമ്രാജ്യത്വത്തിൻ്റെയും ഒപ്പം തന്നെ ഈ പറഞ്ഞ ഇസ്രായേലി അമേരിക്കൻ ഒരു ലോബിയിങ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു പൊതുവെ അതിനോട് ഒരു സിമ്പതൈസ് ചെയ്യുന്ന വിഭാഗങ്ങളാണ് പൊതുവെയുള്ള, എല്ലാം മുഴുവനായിട്ട് പറയുന്നില്ല. എന്നാൽ ഇപ്പോൾ ഈ വിഭാഗങ്ങൾ ഇവർ പലരും എന്താ വെച്ചാൽ പ്രോ പലസ്തീൻ സ്റ്റാൻഡ് എടുത്തിട്ടുള്ളവർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത് ഈവൻ ഇപ്പോൾ ഋഷി സുനക്കിന് പോലും അദ്ദേഹത്തിൻ്റെ ആൻറ്റി പലസ്തീൻ സ്റ്റാൻഡ്
ഗൗരവതരമായ രീതിയിൽ എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയെ ബാധിച്ചു എന്ന് തന്നെ പലരും വിലയിരുത്തിയിട്ടുണ്ട്. അതൊരു ഭാഗത്ത്. പക്ഷേ രണ്ടാമതൊരു സൈഡ് എന്ന് പറയുന്നത് നമ്മൾ ഇതിപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം എന്ന രീതിയിൽ ഇപ്പോൾ നമ്മളുടെ കേരളത്തിലൊക്കെ നിൽക്കുന്നവരെ സംബന്ധിച്ചുള്ളൊരു ചിന്ത ഉണ്ടാവും. നമ്മൾ പഴയൊരു കമ്മ്യൂണിസ്റ്റ് മറ്റേ ക്യാപിറ്റലിസവും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും വൈദ്യാധിഷ്ഠിത ഭൗതികവാദമൊക്കെ ഒരു നിലനിൽക്കുന്നു. ഇതിനോടൊരിക്കലും അതിനെ നമ്മൾ താരതമ്യപ്പെടുത്തേണ്ടതില്ല. കാരണം അവിടെ യൂറോപ്യൻ യൂണിയനിൽ അംഗത്വമുള്ള രാജ്യങ്ങളാണ് ഇതൊക്കെ. അവരുടെ സാമ്പത്തിക നയങ്ങളോ അല്ലെങ്കിൽ അവരുടെ ആ നിലയ്ക്കുള്ള ചില രാഷ്ട്രീയ നയങ്ങളൊന്നും മാറുമെന്ന് നമുക്ക് കരുതാൻ പറ്റില്ല. അപ്പോൾ അതൊരർത്ഥത്തിൽ ചില രീതിയിൽ ഗുണപരമായ ചില സ്റ്റാൻഡുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള, എന്നാൽ അതേസമയം നമ്മൾ പറയുന്ന പാരമ്പര്യ ഒരു കമ്മ്യൂണിസ്റ്റ് നയങ്ങളൊന്നും ഉണ്ടാകാൻ ഇടയില്ലാത്തതുമായ ഭരണകൂടങ്ങളായിരിക്കും.